ഫാബ്രിക്കിന്റെ കളക്ഷൻ തന്നെയാണ് നമ്മൾ ഇന്നും കാണാൻ പോകുന്നത്. എല്ലാവർക്കും പൂത്തിരൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് 40s by 40s ത്രെഡ് കൗണ്ട് ആയിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. ഒരു പേസ്ലി പ്രിന്റ് അല്ലെങ്കിൽ മാംഗോ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ഒരു ഡിസൈനിന്റെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ മനസ്സിലാകും. പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്റർ ആണ്. 44 ഇഞ്ച് വിട്ടിലാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു റെഡിനകത്താണ്. റെഡിനകത്തേക്ക് പേസ്ലി പ്രിന്റിന്റെ കളർ പോകുന്നത് ഒരു ക്രീം കളറിലാണ് കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള ക്രീം കളറാണ്. ഇപ്പോൾ പേസ്ലി പ്രിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എപ്പോഴത്തെയും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്, ഡിസൈനാണ്. ഫാബ്രിക് വന്നത് 40s by 40s എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമുക്ക് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ട് എടുത്തിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഇതിൻ്റെ വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ട്. മാത്രമല്ല നമ്മളിത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പേസ്ലി തന്നെ ഒന്ന് മുകളിലോട്ടും താഴോട്ടും ആയിട്ടാണ് ഇതിനകത്ത് പ്രിന്റ് പോകുന്നത്. എല്ലാം സ്ക്രീൻ പ്രിൻ്റാണ്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിത് വെച്ച് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ മെറ്റേണിറ്റി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ, അതുപോലെ തന്നെ കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ലൈനിങ്ങിൻ്റെ ആവശ്യമേ വരുന്നില്ല. 40s ആണ് ത്രെഡ് കൗണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ഇത് കുറച്ച് വലിയൊരു പ്രിൻ്റാണ്. ഇതിൻ്റെ തന്നെ ചെറിയ പ്രിൻ്റ് വേണമെന്നുള്ളവർക്ക് സെയിം പ്രിൻ്റ് തന്നെ ചെറുതായിട്ടുള്ളതും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് കളർ കുറച്ച് ബ്രൈറ്റ് അല്ല. നമ്മളിപ്പോൾ കാണുന്ന റെഡ് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള റെഡാണ്. ചെറിയ പ്രിൻറ്റിലേക്ക് വന്നപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രിൻ്റ് കുറച്ചുകൂടി അടുത്തടുത്തടുത്ത് വന്നപ്പോൾ ആ ഒരു ക്രീമിഷ് ആയിട്ടുള്ള കളർ കയറിയത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അതങ്ങനെ കുറച്ചുകൂടി ലൈറ്റായിട്ട് നമുക്ക് തോന്നുന്നത്. ഞാനതൊന്ന് വെച്ച് കാണിച്ചു തരാം. സെയിം പ്രിൻ്റ് തന്നെയാണ്, കുറച്ചും കൂടി ചെറുതാണ്, വളരെ അടുത്താണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും വൺ സൈഡിനകത്തായിട്ട് ആ ഒരു ബോർഡർ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. ഇതൊരു 40s ആയിട്ടുള്ള കോട്ടൺ. 109 ആണ് പ്രൈസ്. നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ തന്നെ 3 കളറും കൂടെയാണ് കാണുന്നത്. 4 കളറാണ് മൊത്തം ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിസൈനിൻ്റെ തന്നെ ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ഇത് വന്നിട്ടുള്ളതൊരു പിങ്ക് കളറിലാണ്, കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് കളറിലാണ്. അപ്പോൾ നൈറ്റിക്കൊക്കെ യൂസ് ചെയ്യാവുന്നത് തന്നെയാണ്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഈ ഡിസൈൻ വരുന്നത്. വലിയ പ്രിൻറ്റിൻ്റെ ഡിസൈനാണ്. ഇനി ചെറുതിൻ്റെ ഉണ്ട് കേട്ടോ. ചെറുത് കാണിച്ചു തരാം. ചെറുത് വന്നിട്ടുള്ളതും ആ പിങ്ക് കളറിൽ തന്നെയാണ്. ആ ഒരു ഡിസൈൻ ചെറുതായിട്ടാണ് പോകുന്നത്. ഇത് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വൺ സൈഡിനകത്തായിട്ടൊരു ബോർഡർ പോലെ പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് യെല്ലോ കളറിലാണ്. മാമ്പഴമഞ്ഞ എന്നൊക്കെ പറയുന്ന അത്രയും ആ ഒരു കളറിലേക്കാണ് കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ അല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വലിയ ഡിസൈനാണ്. ഇനി ഇതിൻ്റെ തന്നെ ചെറിയ ഡിസൈനും അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ ഡിസൈൻ ഞാനൊന്ന് കാണിച്ചു തരാം. കുറച്ചും കൂടി ചെറിയ ഡിസൈൻ ആകുമ്പോൾ അടുത്തടുത്താണ് ആ ഡിസൈൻ വരുന്നത്, പ്രിൻ്റ് വരുന്നത്. എല്ലാം സ്ക്രീൻ പ്രിൻ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഇന്ന് കണ്ടത് കോട്ടണിൽ തന്നെ 40s by 40s ആയിട്ടുള്ള കോട്ടണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ്. നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ലൈനിങ്ങിൻ്റെ ആവശ്യമേ വരുന്നില്ല. പ്രൈസ് 109, വിഡ്ത്ത് 44 ഇഞ്ച് വിഡ്ത്ത്. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891020225 കോൺടാക്ട് ചെയ്യണേ. അതുപോലെ തന്നെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.